സബന ഇന്ന് ലൈസൻസിന് പ്രാക്ടീസ് കഴിഞ്ഞ് നേരെ പോകണം. ലൈസൻസ് കിട്ടി കഴിഞ്ഞ് വണ്ടി ഓടിക്കുന്നു. പഠിച്ചോ. കണ്ണാടി നേരെ വെച്ചു. കണ്ണാടി സബന. ചുമലയിലും കയറില്ല, വെള്ളയിലും കയറില്ല കേട്ടോ. ബ്രേക്ക് കാലം വെച്ച് ഓടിക്കും. പിന്നെ പോണ വണ്ടിയായിട്ട് സുരക്ഷിതമായ അകലം കേട്ടോ. ഏത് ഗിയറാണോ ഗിയറിൻ്റെ സ്പീഡിന് പോയാൽ മതി കേട്ടോ. എന്ത് ബ്രേക്ക് എന്ത് കുതിര വന്നാലും ബ്രേക്കായിട്ട് നിർത്തും കേട്ടോ. നീ ഇന്നോട്ട് വീട്ടിൽ വണ്ടി ഓടിച്ചണം കേട്ടോ. അത് പിന്നെ ഇടതുവശം ചേർന്ന് ഓടിക്കാനൊക്കെ നോക്കാം. വണ്ടി നമ്മൾ ആക്സിഡൻ്റ് കൊടുത്തു കഴിയുമ്പോൾ ആക്സിഡൻ്റ് കാലെടുത്ത് കഴിയുമ്പോൾ വണ്ടി പുറകോട്ട് വലിക്കണം എന്നാ എൻ്റെ അർത്ഥം. നമ്മൾ ആ കിടക്കുന്ന ഗിയറിനേക്കാളും സ്പീഡിന് ഓടിക്കുന്നുണ്ടെന്നുള്ളതാണ് കേട്ടോ. സ്പീഡ് കയറി തേർഡ് ഗിയറിനേക്കാളും സ്പീഡ് കയറി പോകണം. 20-30 ഇടയ്ക്കാണ് തേർഡ് ഗിയറിൻ്റെ സ്പീഡ് കേട്ടോ. ഇവിടെ 30 കിലോമീറ്റർ താഴെ പോകണം എന്ന് പറയണമെങ്കിൽ അതുപോലെയുള്ള വളവാണ് നമ്മൾ തിരിച്ചു പോകേണ്ടത്. അതാണ് 30 കിലോമീറ്റർ എന്ന് പറഞ്ഞത്. ആ 30 കിലോമീറ്റർ താഴെ തിരിച്ചാലാണ് ഇവിടെ വളവ് കറക്റ്റായിട്ട് തിരിഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. ഓരത്തിൽ വരുന്നതിന് ഇവിടെ തിരിഞ്ഞ് ആ വളവ് കറക്റ്റ് രീതിയിൽ തിരിയണമെങ്കിൽ ആ 30 കിലോമീറ്റർ താഴെ വന്നാൽ അത് തിരിഞ്ഞ് വരുള്ളൂ. ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വൈൽഡായിട്ട് കയറിപ്പോകും. ബ്രേക്ക് കാല് വെച്ച് തിരിക്കണം. ഏത് വണ്ടി ഓവർടേക്കാണെങ്കിലും ബ്രേക്ക് കാല് വന്നാൽ നമുക്ക് ബ്രേക്ക് ഒറ്റയാൾക്ക് സ്പീഡ് കുറച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ ട്രാക്കിലൊരു വണ്ടി വരുന്നുണ്ട്, ബ്രേക്ക് കാല് വന്നാൽ ചവിട്ടി പിടിച്ചോണ്ടിരിക്കുകയല്ലേ നമ്മൾ. ഇനി എവിടെയെങ്കിലും ഇൻഡിക്കേറ്റർ ഇട്ടോ നിർത്തിക്കോണ്ടി. പയ്യെ സ്ലോ ഡൗൺ കാണിച്ച് പയ്യെ. അങ്ങോട്ട് കയറി വണ്ടി പോകണം. വൃത്തിയായിട്ട് കേട്ടോ. ബാക്ക് റോഡിൽ ഒതുങ്ങി നിൽക്കണം. നിർത്തും. ആ കയറ്റം നിർത്തി കണ്ടേ. കയറ്റം നിർത്തിയത് കയറ്റമല്ലേ. ഇന്നോട്ട് വീണ്ടും വണ്ടി ഓടിച്ചണം പയ്യെ കേട്ടോ.
കയറ്റെടുക്ക് കയറ്റെടുക്ക്. ഇപ്പം ആദ്യം എടുത്തത് കയറ്റെടുക്ക്, പയ്യെ എടുത്താൽ മതി. നിർത്തിയ വണ്ടിയോടെ വണ്ടി നിർത്തി ഒന്നുകൂടെ എടുത്ത് കയറ്റം വൃത്തിയായിട്ട്. ടെൻഷൻ അടിക്കണ്ട, മര്യാദയ്ക്ക് ഇരുന്ന് എടുത്താൽ മതി കേട്ടോ. അങ്ങനെ എങ്കിൽ എടുത്താൽ മതി. പിന്നെ കുഴപ്പം നിർത്തൂടെ, ഒതുക്കി നിർത്തിക്കൂടെ. ഉള്ള കടുവെളുപ്പം എപ്പോഴൊന്നും വേണ്ട, പയ്യങ്ങ് ഓടിച്ചാൽ കേട്ടോ.